നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഇടയ്ക്കിടെ നമ്മുടെ തത്വമയി ന്യൂസിൽ ഒരു പരാമർശ വിധേയനാവുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു എക്സ് മുസ്ലിമാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ആശയപ്രകടനം ഇസ്ലാം മതത്തിനെതിരെയാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു ആശയം തന്നെ അതാണ്. ഇസ്ലാം മതത്തിനെതിരാണ് അദ്ദേഹം. ഒരു യുക്തിവാദിയാണ്. യുക്തിവാദി എന്നുള്ളതിനേക്കാൾ എക്സ് മുസ്ലിമാണ്, യുക്തിവാദിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയപ്രകടനം ഇസ്ലാം മതത്തിനെതിരെയാണെന്നുള്ളത് മാത്രമല്ല, അത് വളരെ രസകരമായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധേയനാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്, നല്ലതിനും ചീത്തയ്ക്കുമായി. അതായത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഇഷ്ടപ്പെട്ട് പിന്തുടരുന്നവരുണ്ട്, എതിർക്കുവാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ ആശയപ്രചരണം നടത്തുവാൻ എന്നുള്ള ഭാവേന പിന്തുടരുന്നവരുണ്ട്. എന്നുള്ള ഭാവേനയെന്ന് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു ഇസ്ലാമിക മതത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അവർക്കെതിരെ വരുന്ന ആശയങ്ങളെ അവരെതിർക്കുന്നത് പലപ്പോഴും ആശയങ്ങൾ കൊണ്ടല്ല, മിക്കപ്പോഴും ആശയങ്ങൾ കൊണ്ടല്ല, ശക്തി കൊണ്ടോ ഭീഷണി കൊണ്ടോ ഒക്കെയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഇന്നത്തെ ദിവസം നടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം തിരൂരിൽ താനൂർ ഭാഗത്ത് CV എന്നൊരു ഓഡിറ്റോറിയത്തിൽ ആരിഫ് ഹുസൈൻ്റെ ഒരു യൂട്യൂബിൽ വളരെ പ്രസിദ്ധമായൊരു പരിപാടിയുണ്ട്, കോയ കോളിംഗ്. പ്രേക്ഷകരിൽ പലരും അതിൻ്റെ പ്രേക്ഷകരായിരിക്കുമെന്ന് എനിക്കറിയാം. അല്ലാത്തവരതൊന്ന് ആരിഫ് ഹുസൈൻ തിരുവോത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കാണുക. അതിൻ്റെ ഒന്ന് സ്വാംശീകരിച്ച് പറഞ്ഞാൽ, ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട കോയമാരെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവർ ആരിഫ് ഹുസൈനെ വിളിക്കുന്നു, ഇസ്ലാം മതത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ് അതിൻ്റെ ഒരു പരിസരം, അതിൻ്റെ ഒരു പശ്ചാത്തലം ആ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു സംഗതിയാണ്. അതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി തിരൂരൊരു പരിപാടി ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നു. ഇന്നായിരുന്നു അത് നടക്കേണ്ടിയിരുന്നത്. താനൂർ ഭാഗത്തുള്ള CV എന്നൊരു ഓഡിറ്റോറിയത്തിലാണ് ആ പരിപാടി നടക്കേണ്ടിയിരുന്നത്. ആ പരിപാടിയുടെ ഒരു പ്രഖ്യാപനം വന്ന ദിവസം മുതൽ അതിന് ഓൺലൈനിലൂടെ നിരവധി കമൻറ്റുകളിലൂടെയുള്ള ഭീഷണിയുണ്ട്. വന്ന് നിൻ്റെ തലയടിച്ച് പൊട്ടിക്കും, അവിടെ ഇവനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലേ, തിരൂരും താനൂരും ആണുങ്ങളില്ലേ എന്നുള്ള ജിഹാദി ഭീഷണികൾ നിരന്തരമായി കമൻറ്റുകളിലൂടെ വന്നുകൊണ്ടിരുന്നു. കമൻറ്റുകൾക്ക് പുറത്തേക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക്, അതിൻ്റെ നടത്തിപ്പുകാർക്കൊക്കെ ഫോൺ വിളികൾ പലതും ചെന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബോംബ് ഭീഷണി വരെ ഉണ്ടായി. അതിനെ തുടർന്ന് ഓഡിറ്റോറിയത്തിൻ്റെ നടത്തിപ്പുകാർ ആരിഫ് ഹുസൈനെയും ഈ പരിപാടിയുടെ സംഘാടകരെയും ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണമുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നടത്തുവാൻ അവർ അനുവദിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടാണ് എന്നറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഇവർ പോലീസിനെ സമീപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരുപക്ഷെ ഏറ്റവും ആശങ്കാജനകമായൊരു വിവരം പുറത്തു വന്നത്. ആരിഫ് ഹുസൈനെ സംബന്ധിച്ചല്ല, കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ച്. അതെന്താണെന്ന് ചോദിച്ചാൽ, പോലീസുകാർ വളരെ നിസ്സഹായ അവസ്ഥയിൽ ആരിഫ് ഹുസൈനോടും സംഘാടകരോടും അപേക്ഷിക്കുകയായിരുന്നു അത്രേ. ഈ പരിപാടി ദയവ് ചെയ്ത് നിങ്ങൾ നടത്തരുത്. ആരിഫ് ഹുസൈൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ, മതത്തിൻ്റെ ഭ്രാന്ത് അല്ലെങ്കിൽ ലഹരി തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർ മാത്രമല്ല, മറ്റ് പല ലഹരികളും ഉപയോഗിച്ച് അതിന് വശംവദരായി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കൂട്ടം ഇപ്പോൾ താനൂരും തിരൂരുമൊക്കെ ഉണ്ട്. അവർ ഈ പരിപാടി നടന്നാൽ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക മാത്രമല്ല, ഈ പരിപാടി ഒരുപക്ഷെ വിജയകരമായി നടന്നാൽ തന്നെ താനൂരും തിരൂരുമൊക്കെ കലാപമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടി നടത്തരുത് എന്നൊരപേക്ഷ കേരള പോലീസ് ആരിഫ് ഹുസൈൻ്റെയും ഈ പരിപാടിയുടെ കോയ കോളിംഗിൻ്റെ വാർഷികാഘോഷ പരിപാടിയുടെ സംഘാടകരുടെയും മുൻപിൽ വെച്ചു. ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിട്ടല്ല, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെ വലിയൊരു പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തിരുന്നത്. ഒരു സ്റ്റാൻഡപ്പ് കോമഡിയും സ്റ്റേജ് ഷോയും സംവാദങ്ങളും, വൈകുന്നേരമാകുമ്പോഴേക്കും കോയ കോളിങ്ങിൻ്റെ ഒരു ലൈവ് പരിപാടിയുമൊക്കെയായി വലിയൊരു രീതിയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജിഹാദികളെ ഇത് വല്ലാതെ അസ്വസ്ഥരാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു ഭീഷണിക്ക് മുതിർന്നത്. ആ ഭീഷണി ഫലം കണ്ടു എന്ന് വേണം കരുതുവാൻ. ഇന്നത്തെ ആ പരിപാടി താൽക്കാലികമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ആരിഫ് ഹുസൈൻ തന്നെയാണ് പ്രേക്ഷകരോടും നമ്മളോട് പങ്കുവച്ചത് ഈ വിവരം. അപ്പോൾ ഈ പരിപാടി ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ, നിത്യമായി ഉപേക്ഷിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ജൂലൈ അവസാനത്തേക്ക് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റായിട്ട് ഏതാണ്ട് ഒരു ജൂലൈ അവസാനത്തോടുകൂടി ഈ പരിപാടി വീണ്ടും നടത്തുവാൻ അവർ പദ്ധതിയിടുന്നുണ്ട്. എന്തായാലും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ആരിഫ് ഹുസൈൻ്റെയും ഇതിൻ്റെ സംഘാടകരുടെയും തീരുമാനം. പക്ഷേ ഈ താനൂരിൽ നടന്ന ഈ ഒരു ഭീഷണി
ആ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഈ പരിപാടി ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം. ഇതിനേക്കാളൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള പോലീസിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ആരിഫ് ഹുസൈനോടും സംഘാടകരോടും അവർ പറഞ്ഞത് ഓർക്കുക, ആ പ്രദേശം കത്തും എന്നുള്ള തരത്തിലാണ്. അത്രയും ലഹരിക്ക് അടിമപ്പെട്ട്, അതായത് മതത്തിൻ്റെ ലഹരിയാകാം, അല്ലെങ്കിൽ മറ്റ് യഥാർത്ഥ ലഹരികളാകാം, രാസവസ്തുക്കളോ മറ്റോ ഉപയോഗിച്ച് ആ ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ജിഹാദികൾ. ഈ പറയുന്നത് പോലെ കുരങ്ങൻ കള്ളും കുടിച്ചു കഞ്ചാവും വലിച്ചു വാലിൽ തേളും കുത്തി എന്നുള്ള അവസ്ഥയിലാണ് ഈ ജിഹാദികൾ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ അത്രയും ഭയാനകമായൊരവസ്ഥയിലാണ്. സമൂഹത്തിൽ ഇത്രയും ഒരു ഭയം വിതയ്ക്കുവാൻ തക്ക പ്രാപ്തിയും ശക്തിയും സംഘടിതമായ ശക്തിയും അവർക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. പോലീസിനെ പോലും നിസ്സഹായരാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ ഉള്ളത്ര ശക്തി അവർക്കുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലൊന്നും കാര്യങ്ങളൊന്നുകൂടി ഒന്ന് ഗഹനമായി പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഭയം ആരിഫ് ഹുസൈനോട്? ആരിഫ് ഹുസൈനോടുള്ള ഭയം മറ്റൊന്നും കൊണ്ടല്ല. ആരിഫ് ഹുസൈൻ ഒന്ന് ഈ മതം വളരെ വ്യക്തമായും വിശദമായും പഠിച്ച ശേഷം അതിലെ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. ഇത് ആരിഫ് ഹുസൈൻ തന്നെ പറയുന്ന കാര്യമാണ്. ഈ മതത്തിൻ്റെ യഥാർത്ഥ ഭാഷയായ അറബി അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അറബിയിലുള്ള അതിൻ്റെ സൂക്തങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, അതിൻ്റെ അർത്ഥം, കൃത്യമായ അർത്ഥങ്ങൾ അദ്ദേഹത്തിനറിയാം. അവയെല്ലാം അദ്ദേഹം വളരെ സരളമായ രീതിയിൽ എന്തുകൊണ്ട് ഈ ഇന്ന പ്രശ്നങ്ങൾ ഈ മതത്തിലുണ്ട്, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ സരളമായ ഭാഷയിൽ അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, ഏത് വിഷയവുമായിക്കോട്ടെ, ആ മതത്തെ സംബന്ധിച്ചുള്ള ഏത് വിഷയവുമായിക്കോട്ടെ, അതിനെ സംബന്ധിച്ച് വളരെ സരളമായ ഒരു ഭാഷയിൽ അദ്ദേഹം ആശയവിനിമയം നടത്തും. വളരെ സരളമായ ഒരു ഭാഷ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലളിതമായ, സാധാരണക്കാർക്ക്, ഇപ്പോൾ അറബി അറിയാത്ത ഒരാൾക്ക് മനസ്സിലാക്കുവാൻ തക്ക രീതിയിൽ അദ്ദേഹം അതിനെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തും. ആശയവിനിമയം നടത്തുമെന്നുള്ളത് മാത്രമല്ല, യാതൊരു തരത്തിലും പ്രകോപിതനാകാതെ, പലപ്പോഴും അദ്ദേഹം ഒരു അസഭ്യത്തിൻ്റെ ഒരു വരി താണ്ടി പോകാറുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം അപ്പുറത്ത്, ഈ കോയ കോളിംഗ് പരിപാടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന ആളുകൾ അസഭ്യവർഷം നടത്തുമ്പോൾ അതിനെ ഒരു പരിഹാസ രൂപേണ തിരിച്ചടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അസഭ്യവർഷം അദ്ദേഹത്തിന് നേരെ നടക്കുകയാണെങ്കിൽ അതിനെ ഇന്നതല്ലേ അതിന് ശരിയായ, അതായത് ഇന്നയാൾക്കല്ലേ അത് ചേരുക, 14-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആ കാട്ടറബിക്കല്ലേ അത് ചേരുക എന്നുള്ള തരത്തിലുള്ളൊരു അസഭ്യം, അല്ലെങ്കിൽ ഒരു അസഭ്യ പ്രകടനം അതിൻ്റെ അകത്ത് നടക്കുവാറുണ്ട്. പക്ഷേ എന്നാൽ പോലും അതൊരു അസഭ്യവർഷമായി കാണുവാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ കാണുന്നവരും ഉണ്ടാകാം. അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ടാകും. എന്നിരുന്നാലും ഈ പരിപാടി വളരെ അധികം പ്രചാരം നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. തന്നെയുമല്ല, ഈ പ്രചാരം കാരണം നിരവധി പേർ ഈ മതത്തെക്കുറിച്ച്, ഇസ്ലാം മതത്തെക്കുറിച്ച് പുനർചിന്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇനി അത് ഇവർക്ക് ആശയപരമായി അതിനോട് എതിരിടുവാനുള്ളൊരു സാഹചര്യം സാധാരണഗതിയിൽ ഒരുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു മതത്തിനെ സംബന്ധിച്ച് ആരിഫ് ഹുസൈനെ പോലെ ഒരാൾ ഒരു വിശദമായ ഇത്തരത്തിൽ എതിർവാദങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അതിനെതിരെ ഒരു സംവാദം നടത്തുവാനുള്ള സാഹചര്യം എൻ്റെ മുമ്പിൽ ഒരുങ്ങുകയാണ്. എനിക്ക് ആ മതത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ. എനിക്ക് ആ മതത്തെക്കുറിച്ച് അറിവുണ്ട്, പക്ഷേ എനിക്ക് അതിനേക്കാളും വലിയൊരു അറിവ് എൻ്റെ മതത്തെക്കുറിച്ചുണ്ടെന്ന് കരുതുക. ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇതിനെ യാതൊരു തരത്തിലും ആശയപരമായി പ്രതിരോധിക്കുവാൻ എനിക്ക് സാധിക്കില്ല. സാധാരണഗതിയിലുള്ള ഒരാളെന്ത് ചെയ്യും? മിണ്ടാതങ്ങ് പോകും. പക്ഷേ ജിഹാദികൾ അങ്ങനെയല്ല. കാരണം അവരുടെ, KM ഷാജി പറഞ്ഞതുപോലെ, അവരുടെ പ്രധാന പ്രശ്നം മതമാണ് പ്രശ്നം, മതം മാത്രമാണ് പ്രശ്നം. ആ മതത്തിനെതിരെ വരുന്ന ഒരു വാദങ്ങളും ആശയങ്ങളും അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല. ആ മതത്തിൻ്റെ സ്ഥാപിത കാലം മുതൽ, അല്ലെങ്കിൽ സ്ഥാപിത ദിനം മുതൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്ന് പറയും, ഒരു പ്രവർത്തന രീതി. അതിൻ്റെ ഒരു അങ്ങനെ അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയെ അവർക്ക് മുഹമ്മദ് എന്ന പേരിനെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവരുടെ ധാരണ. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ധാരണയും ഭീതിയും സമൂഹത്തിൽ വിതയ്ക്കുവാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഭീഷണി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം സ്ഥിരമായി നമ്മുടെ മുമ്പിൽ നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ്. ഈ ജിഹാദി ഭീഷണികളും കൈവെട്ടും എന്നുള്ളൊരു ഭീഷണികളും അതെല്ലാം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന തലത്തിലേക്ക് എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രചാരവും ആരിഫ് ഹുസൈനെ പോലുള്ളവർ ധീരമായി മുന്നോട്ട് വരുന്നതും തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് വെയർ ക്രെഡിറ്റ്സ് ഡ്യൂ കൊടുത്തുകൊണ്ട് തന്നെ, അതിൻ്റെ ഒരു കൃതജ്ഞത കൊടുക്കേണ്ടടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ
മറ്റൊരു ആശങ്കാജനകമായ ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കേരള പോലീസിനെ സംബന്ധിച്ചാണ്. നമ്മുടെ നിയമ സംവിധാനം ഇത്രയധികം ദുർബലമാകുന്നത് ഈ ഒരു മതത്തിൻ്റെ മുമ്പിൽ മാത്രമാണെന്നുള്ളത് സത്യത്തിൽ വളരെയധികം ആശങ്കാജനകമായൊരു സാഹചര്യമാണ്. കാരണം മതം മാത്രമാണ് പ്രശ്നമെന്ന് പരസ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പറഞ്ഞ ഒരു വ്യക്തി മന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ മതത്തിൻ്റെ സംരക്ഷകരെന്ന് നടിക്കുന്ന ആളുകൾ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി, ശരിക്കും ഭീകരവാദമായി തന്നെ കണക്കാക്കേണ്ട ഒരു പ്രവൃത്തി, ഒരു ഭീഷണി, ഭീകരവാദ ഭീഷണി മുഴക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുവാൻ സാധിക്കാത്ത തരത്തിൽ പോലീസുകാർ നിസ്സഹായരാവുകയും പോലീസുകാർ ഒരു തരത്തിലും ആരിഫ് ഹുസൈനെ ആ സംഘാടകരെയോ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആരിഫ് ഹുസൈൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവർ നിസ്സഹായരായി ഈ സംഘാടകരോടും ആരിഫ് ഹുസൈനോടും അപേക്ഷിക്കുകയായിരുന്നു അത്രേ. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ആവശ്യമാണ്. ഈ ഒരു സാഹചര്യം പരിഹരിച്ചില്ലെങ്കിൽ കേരളം വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ആരിഫ് ഹുസൈൻ്റെ കോയ കോളിംഗ് പരിപാടി ഇനി അവർ പ്രഖ്യാപിക്കുമ്പോൾ കഴിയുന്നിടത്തോളം ഞാനും അതിൽ നേരിട്ട് പങ്കെടുക്കുവാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ ഭീഷണി ഇങ്ങനെ തുടരുവാൻ അനുവദിച്ചാൽ, ഇതുകൊണ്ട് ആ പരിപാടി മുടങ്ങിപ്പോകുവാൻ അനുവദിച്ചാൽ അതിൻ്റെ നഷ്ടം കേരളത്തിനാണ്. കാരണം ആരിഫ് ഹുസൈൻ ഒരു നവോത്ഥാന നായകനാണ്, ചേക്കന്നൂർ മൗലവിയെ പോലുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു പരസ്യ പ്രചാരണമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളെ ആടിച്ചമർത്തുന്ന ഭീകരവാദികളോട് അവർക്ക് തക്ക മറുപടി ആശയത്തിലൂടെയും ആ ആശയപ്രചാരണ വേദിയിൽ നമ്മുടെ സാന്നിധ്യത്തിലൂടെയും വേണം നാം കൊടുക്കുവാൻ. ആ മറുപടി നൽകുവാൻ ഞാൻ എന്തായാലും ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.